ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സാമ്പിൾ 4.14. ലാസ്റ്റ് വീഡിയോസിൽ നമ്മൾ കണ്ടത് സർഫസിൻ്റെ ഡെഫിനിഷനും എക്സാമ്പിൾസ് ഓഫ് സർഫസസുമാണ്. അപ്പോൾ ഈ വീഡിയോയിലും നമ്മൾ മോർ എക്സാമ്പിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഈ എക്സാമ്പിളിൽ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് സ്ഫിയർ ഇൻ R3 എന്ന് പറയുന്നത് ഒരു സർഫസ് ആണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് സ്ഫിയർ? സ്ഫിയർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് പോയിന്റ്സ് ഇൻ R3 വിച്ച് ആർ അറ്റ് എ ഫിക്സഡ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ്. ഓക്കെ, ആ ഫിക്സഡ് ഡിസ്റ്റൻസിനെ നമ്മൾ റേഡിയസ് എന്നും ആ ഫിക്സഡ് പോയിന്റിനെ നമ്മൾ സെൻറ്റർ എന്നുമാണ് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് സ്ഫിയർ ഒരു സർഫസ് ആണെന്നാണ്. യൂണിറ്റ് സ്ഫിയർ എന്ന് പറഞ്ഞാൽ സെൻറ്റർ ഒറിജിനായിട്ടും റേഡിയസ് 1 ആയിട്ടുമുള്ള സ്ഫിയർ ആണ്. അതിന് നമ്മൾ സെറ്റായിട്ട് എഴുതുകയാണെങ്കിൽ ഇറ്റ് ഈസ് S2 ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ട്രിപ്ലറ്റ് XYZ ബിലോങ്സ് ടു R3 സച്ച് ദാറ്റ് x² + y² + z² ഈക്വൽ ടു 1 എന്നുള്ളതാണ്. അപ്പം ഇതുവരെ നമ്മൾ ചെയ്തിരുന്ന കാര്യം എന്താ? നിങ്ങൾക്കൊരു സബ്സെറ്റ് ഓഫ് R3 തന്നാൽ നിങ്ങൾ ആദ്യം അയാളെ പാരാമെട്രൈസ് ചെയ്യും. എന്നിട്ട് ആ പാരാമെട്രൈസേഷൻ നിങ്ങൾക്ക് സർഫസ് പാച്ച് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കും അല്ലേ? അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് തന്നെ ഇപ്പോൾ ഇവിടെയും ചെയ്യാൻ പോകണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്ഫിയറിനെ പാരാമെട്രൈസ് ചെയ്യണം. ഇപ്പോൾ പല വഴികളുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മളിവിടെ പാരാമെട്രൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ആ യൂണിറ്റ് സ്ഫിയറിനെ അതിലത്തെ ഓരോ പോയിന്റ്സിനെയും സ്ഫിയറിലെ ഓരോ പോയിന്റ്സിനെയും നമ്മൾ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ എക്സ്പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു സ്ഫിയറിനെ ഒരു ഗ്ലോബായിട്ട് കാണാം. ആ ഗ്ലോബായിട്ട് കാണുമ്പോൾ നമ്മൾ ഗ്ലോബിൽ ഒരു സ്ഥലം റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എത്ര ഡിഗ്രി ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും വെച്ചിട്ടാണ് നമ്മൾ പറയുക. അത് രണ്ടും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിലായിരിക്കും നമ്മുടെ ആ സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ അതേ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയും നിങ്ങൾ ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ പാരാമെട്രൈസേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ഫിയറിന് നിങ്ങൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ആക്കിയിട്ട് പാരാമെട്രൈസ് ചെയ്യണോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ് സ്ഫിയറിലെ ഒരു പോയിൻ്റാണ് P എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ എന്താ ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞാൽ Pയിലൂടെ പാസ് ചെയ്യണതും Z ആക്സിസിന് പാരലലുമായി ഒരു ലൈൻ വരയ്ക്കുക. അത് തീർച്ചയായും നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ നിങ്ങളുടെ XY പ്ലെയിനിൽ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ അത് മുട്ടും. ആ മുട്ടുന്ന പോയിന്റിനെ നിങ്ങൾ Q എന്ന് വിളിക്കുക. എന്നിട്ട് ഒറിജിനെ നമ്മൾ O ആയിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ OP OQ പറഞ്ഞിട്ട് P പോയിന്റ് ആയിട്ട് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾ വെക്ടറായി എടുക്കുകയാണെങ്കിൽ അങ്ങനെ. പോയിന്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞതെങ്കിൽ OP എന്ന് പറയുന്നതാണ് P എന്നുള്ള വെക്ടർ, OQ എന്നുള്ളതാണ് എൻ്റെ Q എന്നുള്ള വെക്ടർ. അപ്പോൾ ഇവർ തമ്മിൽ നിങ്ങൾക്കൊരു ആംഗിൾ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആ ആംഗിൾ തീറ്റയാണ് എന്ന് വിചാരിക്കാം. ഇനി ഈ Q എന്ന് പറയുന്ന അഥവാ OQ എന്ന് പറയുന്നത് നിങ്ങളുടെ XY പ്ലെയിനിലെ ഒരു പോയിന്റ് ആണല്ലോ. XY പ്ലെയിനിലെ ഒരു വെക്ടർ ആണല്ലോ. അത് നിങ്ങളുടെ പോസിറ്റീവ് X ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ നിങ്ങൾ ഫൈ ആണ് എന്ന് വിചാരിക്കാം. എങ്കിൽ നിങ്ങൾക്ക് സ്ഫിയറിനെ പാരലൽസ് ആയിട്ടും മെറിഡിയൻസ് ആയിട്ടും നിങ്ങൾക്ക് മാറ്റാനായിട്ട് പറ്റും. നെക്സ്റ്റ് പേജിൽ അതിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് സ്ഫിയറിലെ ഒരു പോയിൻ്റാണ് P. നിങ്ങളിതാ ഈ ഒരു വെക്ടർ കൺസിഡർ ചെയ്യുന്നു. ആ Pന് നിങ്ങളിവിടെ ഒരു ലൈന് പാരലൽ ടു Z ആക്സിസ് നിങ്ങളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ XY പ്ലെയിനിലെ ഒരു പോയിന്റിലെത്തും. ആ പോയിന്റിനെ നമ്മൾ Q എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ഈ ആംഗിളാണ് നിങ്ങൾക്ക് തീറ്റ. ഇനി ഈ XY പ്ലെയിനിലെ Qവും പോസിറ്റീവ് X ആക്സിസ് ഇതാണ്, അതുമായി ഉണ്ടാക്കുന്ന ആംഗിളാണ് ഫൈ. അങ്ങനെയെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ തീറ്റയെ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് ഫൈനെ വേരി ചെയ്യിക്കണമെന്ന് വിചാരിക്കാം. അപ്പോൾ തീറ്റ ഇങ്ങനെയുണ്ട്. ഓക്കെ, ഈ രീതിയിലാണ് ഫൈനെ ഫിക്സ് ചെയ്ത് തീറ്റേനെ ഫിക്സ് ചെയ്തിട്ട് നിങ്ങൾ ഫൈനെ വേരി ചെയ്യിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരോ സർക്കിൾസ് കിട്ടിക്കൊണ്ടേയിരിക്കും. ആ സർക്കിൾസിനെ നമ്മൾ എന്താ പറയുകയെന്ന് പാരലൽസ് എന്ന് പറയും. അതായത് ഇവിടെ ഇതിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. ദെൻ താഴെ നിങ്ങളുടെ എന്താ പറയുക ഫൈ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേരി ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സർക്കിൾസ് ആണ്. ആ സർക്കിൾസിനെ നമ്മൾ പാരലൽസ് എന്നാണ് പറയുക. ഇനി അതുപോലെ നിങ്ങളുടെ ഫൈനെ ഫിക്സ് ചെയ്തിട്ട് തീറ്റയെ വേരി ചെയ്യിച്ചാൽ നിങ്ങൾക്ക് ഈ രീതിയിലുള്ള സർക്കിൾസ് കിട്ടും.
അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആദ്യത്തെ പരിപാടിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ രീതിക്ക് ഇങ്ങനെ പോകുന്ന സർക്കിൾസാണ്. രണ്ടാമത്തേതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഇതാ ഈ രീതിക്ക് വരുന്ന സർക്കിൾസാണ്. മനസ്സിലായോ? രണ്ടും വ്യത്യാസമുണ്ട്. ആ രണ്ട് രീതിക്കുള്ള നിങ്ങൾക്ക് ഒന്നിനെ ഫിക്സ് ചെയ്ത് അടുത്തതിനെ മാറ്റുമ്പോൾ രണ്ട് തരത്തിൽ കിട്ടും. അതിൽ തീറ്റനെ ഫിക്സ് ചെയ്ത് കിട്ടുന്ന സർക്കിൾസിനെ നമ്മൾ പാരലൽസ് എന്നും ഫൈനെ ഫിക്സ് ചെയ്ത് കിട്ടുന്ന സർക്കിൾസിനെ നമ്മൾ മെറിഡിയൻസ് എന്നുമാണ് പറയുക. അപ്പോൾ ഇതിനെ പാരാമീറ്ററൈസ് ചെയ്യാനായിട്ട് ആ പിയുടെ കോർഡിനേറ്റ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ കോർഡിനേറ്റ്സ് XYZ ആരാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾക്ക് ആ Z കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹൈറ്റാണ് നിങ്ങൾക്ക് വരിക അല്ലേ? അപ്പം നിങ്ങൾ ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ ആ റൈറ്റ് ട്രയാങ്കിളുടെ ഓപ്പോസിറ്റ് സൈഡാണ് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ Z കോർഡിനേറ്റ് ആയിട്ട് വരിക. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ സൈൻ തീറ്റയാണ് ഓപ്പോസിറ്റ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഈ ഹൈപ്പോട്ടനസ് എന്ന് പറയുമ്പോൾ പി സ്പിയറിലെ പോയിന്റ് ആണ്. അപ്പോൾ ലെങ്ത്, ഈ വെക്ടറുടെ ലെങ്ത് എത്രയായിരിക്കും? 1 ആയിരിക്കും വരിക. സോ സൈൻ തീറ്റ ഈസ് ആക്ച്വലി യുവർ Z കോർഡിനേറ്റ്. ഈ ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ Z കോർഡിനേറ്റ് കിട്ടി, സൈൻ തീറ്റ ആണ്. ഇനി നമുക്ക് ആരെ കിട്ടണം? X കോർഡിനേറ്റും കിട്ടണം, Y കോർഡിനേറ്റും കിട്ടണം. അപ്പോൾ X കോർഡിനേറ്റും Y കോർഡിനേറ്റും കിട്ടാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ X കോർഡിനേറ്റ് കിട്ടാനായിട്ട് നമുക്ക് XY പ്ലെയിനിലോട്ട് വരാം. അപ്പോൾ ഈ X കോർഡിനേറ്റിലേക്ക് വരാം, XY പ്ലെയിനിലേക്ക് വരാം. അപ്പോൾ X കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ് അല്ലേ? അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ് വരിക? ഈ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ 5 ആയിട്ട് ആംഗിൾ എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇത് 90 ഡിഗ്രി ആവും. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? നിങ്ങൾക്ക് വേണ്ടത് ഈ ലെങ്ത് ആണ് അല്ലേ? ഈ 6 എഴുതിയിട്ടില്ലേ? ഒറിജിനിൽ നിന്നും ഇങ്ങോട്ടുള്ള ഈ ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ കോസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ cos 5 എന്ന് പറഞ്ഞാൽ ഇതേ ഈ XA, അതായത് ഇവിടുന്ന് 6ലേക്കുള്ളത് ബൈ ഇവിടുത്തെ ഹൈപ്പോട്ടനീസ് ആയിട്ട് ആരാ വരിക? നിങ്ങളുടെ Q എന്നുള്ള വെക്ടറിൻ്റെ നോമാണ് വരിക. നോം Q ആണ് നിങ്ങൾക്ക് വരിക. അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നോം Q cos 5 ആണ് നിങ്ങളുടെ X കോർഡിനേറ്റ് ആയിട്ട് വരിക. ഓക്കെ. സിമിലർലി Y കോർഡിനേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വരിക. കാരണം ഇവിടുന്ന് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അതും ഇതും സെയിം തന്നെയാണ്. അപ്പം ഈ ആളാണ് വരിക. അപ്പം ഇത് ഈ റൈറ്റ് ട്രയാങ്കിളുടെ ആരായിട്ട് വരും? ഓപ്പോസിറ്റ് സൈഡാണ് വരിക. സോ സൈൻ 5 ആണ് നിങ്ങളുടെ Y കോർഡിനേറ്റ് ബൈ നോം Q വരിക. അപ്പോൾ Y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നോം Q സൈൻ 5 എന്നാണ് വരിക. ഇനി നോം Q എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നോം Q എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ കോസ് തീറ്റ എന്താ വരിക? ഈ നോം Q ബൈ നോം P ആണ് വരിക. നോം P ഈസ് 1. സോ നോം Q എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോസ് തീറ്റയാണ്. അപ്പോൾ ആ വാല്യൂസ് ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോം Q കോസ് തീറ്റയാണെന്ന് നമുക്കറിയാം. ഇനി നമ്മുടെ X കോർഡിനേറ്റും Y കോർഡിനേറ്റും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. X കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ നോം Q കോസ് 5, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? കോസ് തീറ്റ കോസ് 5 ആണെന്ന് പറയാം. ഇനി അടുത്തത് നോം Q സൈൻ 5 ആണ് നിങ്ങളുടെ Y കോർഡിനേറ്റ്. അത് നിങ്ങൾക്ക് കോസ് തീറ്റ സൈൻ 5 ആണ് എന്ന് പറയാം. സോ ടുഗദർ P എന്നുള്ള പോയിന്റിനെ നമുക്ക് Z കോർഡിനേറ്റ് ഓൾറെഡി സൈൻ തീറ്റ എന്നുള്ളതും കിട്ടി. അപ്പോൾ ഓൾറെഡി നമുക്ക് ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പാരാമെട്രൈസേഷൻ ആയിട്ട് വരിക. ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് പാരാമെട്രൈസേഷൻ ഓഫ് S2. ഇനി നിങ്ങൾക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ സിഗ്മ എന്ന് പറയുന്നത് ഹോമിയോമോർഫിസം ആകുമോ എന്ന് നോക്കണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? നമുക്കറിയാം ഹോമിയോമോർഫിസം ആകുന്നത് യുവിൽ നിന്നും S ഇൻ്റർസെക്ഷൻ Wയിലേക്കുള്ള ഒരു ഹോമിയോമോർഫിസം ആണ് ആവേണ്ടത്. U എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റ് ഇൻ R2 ആയിരിക്കണം. പിന്നെ നമുക്ക് ഈ P എന്നുള്ള പോയിന്റിനെ കണ്ടെയ്ൻ ചെയ്യുന്ന R3യിലെ ഒരു ഓപ്പൺ സെറ്റ് ആയിരിക്കണം W. അപ്പോഴാണ് S ഇൻ്റർസെക്ഷൻ W Sൽ ഓപ്പൺ ആവുക എന്നുള്ള കഥയൊക്കെ അറിയാം. അപ്പോൾ അതിനെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നമ്മുടെ നേരത്തെ സിലിണ്ടറിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെയും നമ്മൾ നമ്മുടെ യുവിനെ കണ്ടെത്താനായിട്ട് പോവാണ്. ഫുള്ളായിട്ടുള്ള R2 എടുക്കാനായിട്ട് പറ്റുമോ? അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫുൾ R2 പറ്റില്ല. എന്തുകൊണ്ടാണ് ഫുൾ R2 പറ്റാത്തത്? സിഗ്മ ആ
ഫുൾ R2 എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിട്ട് വരില്ല, യുവിനെ നിങ്ങൾ ഫുൾ R2 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സിഗ്മ അവിടെ 1 ആവില്ല. കാരണം നിങ്ങൾക്ക് ഉള്ളിലൊക്കെ കിടക്കുന്നത് കോസും സൈനും ഒക്കെയാണ്, വിച്ച് ആർ പീരിയോഡിക് ഫങ്ഷൻസ് വിത്ത് പീരീഡ് 2π. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ സിഗ്മ ഓഫ് തീറ്റ 5+2π എടുത്താലും സിഗ്മ ഓഫ് തീറ്റ 5 എടുത്തു കഴിഞ്ഞാലും സെയിം വാല്യൂസ് ആണ് വരിക. അപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മുടെ വാല്യൂ ഫൈയുടെ വാല്യൂവിനെ നമ്മൾ 2π ലെങ്ത്തുള്ള ഒരു ഇൻട്രവെല്ലിൽ റെസ്ട്രിക്റ്റ് ചെയ്യണം. പിന്നെ വേറെ ഒരു കാര്യം അറിയാം, ഇവിടെയൊക്കെ 1 1 ഒക്കെ ആക്കാൻ അതുപോലെ നമ്മുടെ തീറ്റനെയും നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ സ്പെറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് ആക്കുമ്പോൾ നിങ്ങൾ പറയുമല്ലോ നിങ്ങളുടെ ആ സെഡ് ആക്സിസുമായി ഉണ്ടാക്കുന്ന ആംഗിൾ -π/2നും π/2നും ഇടയിൽ കിടക്കണം. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഈ തീറ്റയ്ക്കും ഫൈക്കും ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു. പക്ഷെ തീറ്റയ്ക്കും ഫൈക്കും ഇത്തരത്തിൽ ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയ സെറ്റ് ഓപ്പൺ സെറ്റ് ആവില്ല. കാരണം എന്താ, അവിടെയൊക്കെ പ്രശ്നം വരും അല്ലേ, എൻ പോയിന്റ്സിലൊക്കെ പ്രശ്നം വരും. അപ്പോൾ അതിൽ നിന്നും കിട്ടാവുന്ന ഏറ്റവും വലിയ ഓപ്പൺ സെറ്റിനെ നിങ്ങൾ കണ്ടെത്താനായിട്ട് നോക്കി. അപ്പോൾ അതിൽ നിന്നും കണ്ടെത്താവുന്ന ഏറ്റവും വലിയ ഓപ്പൺ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യു ഇസ് ദ സെറ്റ് ഓഫ് ഓൾ തീറ്റ 5 വിത്ത് എവിടെയായിരുന്നു പ്രശ്നം, എൻ പോയിന്റ്സിലായിരുന്നു പ്രശ്നം, അവരെ അങ്ങോട്ട് ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങൾ ആ റിമൈനിങ് സെറ്റിനെ യു ആയിട്ട് എടുക്കുക. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ റിമൈനിങ് സെറ്റിനെ യു ആയി എടുത്തു കഴിഞ്ഞാൽ എന്താ ഗുണം, അവിടെ സിഗ്മ നിങ്ങൾക്ക് എന്താ പറയുക 1 ആയിരിക്കും. യു എന്ന് പറയുന്നത് നിങ്ങളുടെ അവിടുത്തെ ഓപ്പൺ സെറ്റും ആയിരിക്കും. ഇനി ഈ ഒരു ആളെ നമുക്ക് സർഫസ് പാച്ച് ആണോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ യു ഓപ്പൺ സെറ്റ് എന്നുള്ള കൺസെപ്റ്റ് റെഡിയാണ്. പിന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാം, സിഗ്മ കണ്ടിന്യൂസ് ആണ്, കാരണം അതിൻ്റെ ഓരോ കമ്പോണൻസും കണ്ടിന്യൂസ് ആണ് എന്നുള്ളത് വെച്ചിട്ട് സിഗ്മ കണ്ടിന്യൂസ് ആണ് എന്നുള്ള കാര്യവും നമുക്ക് കിട്ടും. പിന്നെ നെക്സ്റ്റ് നിങ്ങൾക്ക് പറയാൻ പറ്റുക, സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഫുൾ സ്ഫിയർ കിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സിഗ്മ 1 ആയി, സിഗ്മ കണ്ടിന്യൂസ് ആയി. ഇനി നിങ്ങൾക്ക് സിഗ്മ ഇൻവേഴ്സ് ആണെങ്കിൽ സിഗ്മ ഓൺ ടു ആവണം. അതായത് ആക്ച്വലി നമുക്ക് ഇതിൻ്റെ ഇമേജ് സെറ്റ് ആരാ വരിക എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അതിനെ വെച്ചിട്ടാണ് പിന്നെ നമുക്ക് ഓൺ ടുവിൻ്റെ കാര്യം പറയാനായിട്ട് പറ്റുക. അപ്പോൾ നിങ്ങൾ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു എടുത്തു കഴിഞ്ഞാൽ ഒരു കാര്യം ക്ലിയർ ആണ്, അത് നിങ്ങൾക്ക് ഫുൾ സ്ഫിയർ തരില്ല. എന്തുകൊണ്ടാണ് ഫുൾ സ്ഫിയർ തരാത്തത് എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇത് നോക്കൂ, ഈ എന്താ പറയുക കോർഡിനേറ്റ്സ് നോക്കൂ. ഇറ്റ് ഈസ് കോസ് തീറ്റ കോസ് ഫൈ, കോസ് തീറ്റ സൈൻ ഫൈ, സൈൻ തീറ്റ എന്ന് പറഞ്ഞ വാല്യൂസാണ്. ക്ലിയർലി നിങ്ങൾക്കറിയാം 0 0 1 എന്ന് പറയുന്നത് നിങ്ങളുടെ സ്ഫിയറിലെ പോയിൻ്റാണ്. പക്ഷെ അത് നിങ്ങൾക്ക് ഈ ആളെ ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് നോക്കൂ. ഈ ആളെ വെച്ച് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സൈൻ തീറ്റ 1 ആവണം. പക്ഷെ സൈൻ തീറ്റ നിങ്ങൾക്കിവിടെ ഒരിക്കലും തന്നെ എന്താവില്ല, 1 ആവില്ല. എന്താ, സൈൻ തീറ്റ 1 ആണെങ്കിൽ തീറ്റയുടെ വാല്യൂ π/2 ആവണം. പക്ഷെ തീറ്റയുടെ വാല്യൂ നമ്മളിവിടെ π/2 ഒരിക്കലും തന്നെ എടുക്കുന്നില്ല. സോ വൺ തിങ് ഈസ് ക്ലിയർ, യുവർ ഇമേജ് ഓഫ് സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യു ഇസ് നോട്ട് ദ ഹോൾ സ്ഫിയർ. സിഗ്മയുടെ ഇമേജ് സെറ്റ് എന്താ വരിക എന്നുള്ളത് നമ്മളിനി നോക്കാൻ പോവാണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്, ഫുൾ സ്ഫിയർ വരുന്നില്ല. അപ്പോൾ സ്ഫിയറിലെ എത്തരം പോയിൻറ്റ്സിനെയാണ് നമ്മൾ സിഗ്മ റെസ്ട്രിക്റ്റഡ് ടു യുവിൽ ഒഴിവായി പോകുന്നത് എന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഓരോ തീറ്റ വാല്യൂസും ഫിക്സ് ചെയ്യാം. തീറ്റ വാല്യൂസ് ഫിക്സ് ചെയ്തിട്ട് ഫൈ ഈ പറയുന്ന ഇൻട്രവെല്ലിൽ നിങ്ങൾ വേരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് സർക്കിൾ ആയിരിക്കും. പക്ഷെ ആ സർക്കിള് എന്താ പറയുക, ഒരു പോയിന്റ് മിസ്സിങ് ആയിരിക്കും. കാരണം 0ഉം 2πയും എടുക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് അതിലത്തെ ഒരു പോയിന്റ് നിങ്ങൾ മിസ്സായി പോകും. അതായത് നിങ്ങളുടെ തീറ്റ വാല്യൂസ് നിങ്ങൾ ഫിക്സ് ചെയ്താൽ നിങ്ങൾ 5 വേരി ചെയ്യിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ളൊരു സർക്കിൾ കിട്ടും. പക്ഷെ അതിലത്തെ ഒരു പോയിന്റ് നിങ്ങൾ ഒഴിവായി പോകും. ഒരേപോലെ ഒരേ ഇതിൽ പാരലൽസായി വരുന്നതിൽ ഈ എന്താ പറയുക, നിങ്ങൾക്ക് ഓരോരോ പോയിന്റ് ഒരേ സൈഡിൽ നിന്ന് നിങ്ങളുടെ ഒഴിവായി പോകും.
അപ്പോൾ അങ്ങനെ നിങ്ങളുടെ തീറ്റ വേരി ചെയ്യുന്ന അവിടെ നിന്ന് അവിടം വരെയാണ് π/2 -π/2 ടു -π/2 ആണ് വേരി ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ പോയിന്റ്സ് ശരിക്കും ഇങ്ങനെ റിമൂവ് ആയി പോകുന്നത് ഈ ഒരു സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ്. കാരണം ഇങ്ങനെയുള്ള ഓരോ സർക്കിളിലെയും ഈ ഒരു പോയിന്റ് പോയി, അടുത്ത ഇതേപോലത്തെ ഒരു സർക്കിളിൽ കുറച്ചും കൂടി ഒരു അതേപോലെ അതിൻ്റെ തൊട്ടടുത്ത ഒരു പോയിന്റ് പോയി. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഈ സെറ്റ് ഓഫ് പോയിന്റ്സ് ആണ് നിങ്ങളുടെ സ്പിയറിൽ നിന്ന് ഒഴിവായി പോകുന്നത്. ബാക്കി എല്ലാ പോയിന്റ്സും തന്നെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ സ്പിയറിൽ നിന്നും ഒരു സെമി സർക്കിളുടെ ഭാഗമാണ് ഒഴിവായി പോകുന്നത് അല്ലേ? ആ സെമി സർക്കിൾസിലെ പോയിന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനും ഈസിയാണ്. നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെറ്റ് കൺസിഡർ ചെയ്തു, അതായത് നിങ്ങളുടെ ഈ സിഗ്മ കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. അതിലെ സെക്കൻഡ് കോർഡിനേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കോസ് തീറ്റ സൈൻ ഫൈ ആണ്. ഇത് ഈ പറയുന്ന ഇൻട്രവെല്ലിൽ ഒരിക്കലും തന്നെ 0 ആവില്ല. കാരണം ഇത് 0 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കോസ് തീറ്റ 0 ആണെങ്കിൽ അല്ലെങ്കിൽ സൈൻ ഫൈ 0 ആവണം. കോസ് തീറ്റ 0 ആണെങ്കിൽ തീറ്റ π/2 അല്ലെങ്കിൽ -π/2 ആവണം, അതാവുന്നില്ല. അതുപോലെ സൈൻ ഫൈ 0 ആവണമെങ്കിൽ ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 2π ആവണം, അതും ആവുന്നില്ല. അപ്പോൾ ഈ റിമൂവ് ആയി പോകുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെമി സർക്കിളിലുള്ള ആ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഓഫ് ദ ഫോം x0 സെറ്റ് വിത്ത് x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിട്ട്. എക്സിന് ഒന്നും കൂടി നമുക്ക് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫസ്റ്റ് കോർഡിനേറ്റ് എക്സ് കോസ് തീറ്റ കോസ് ഫൈ ആണ്. ഈ ഇൻട്രവെല്ലിൽ കോസ് തീറ്റ എപ്പോഴും തന്നെ പോസിറ്റീവ്, അതായത് -π/2 π/2 എടുത്താൽ ഈ ടേം നിങ്ങൾക്ക് 0 ആയി പോകും അല്ലേ? അപ്പോൾ ഈ ഈക്വൽ ടു 0 എന്നുള്ള കേസ് ഇവിടെ സാറ്റിസ്ഫൈ ആയി വരുന്നുണ്ട്. ഇനി cos 0 cos 2π എടുക്കുമ്പോൾ ഈ വാല്യൂ 1 ആണ്. പിന്നെ എന്ത് വാല്യൂസ് എടുത്തു കഴിഞ്ഞാലും തന്നെ ഇവിടെ നിങ്ങൾക്ക് കോസ് തീറ്റ പോസിറ്റീവായിട്ടാണ് നിൽക്കുക. സോ നിങ്ങളുടെ സ്പിയറിൽ നിന്നും നിങ്ങൾ ആക്ച്വലി റിമൂവ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x0 സെറ്റ് വിത്ത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഓക്കെ, അപ്പോൾ എന്താ കിട്ടിയത്? നിങ്ങളുടെ സ്പിയറിൽ നിന്നും യു ആർ റിമൂവിങ് ദ സെമി സർക്കിൾ സി കൺസിസ്റ്റിംഗ് ഓഫ് ദ പോയിന്റ്സ് ഓഫ് ദ സ്പിയർ ഓഫ് ദിസ് ഫോം. ഓക്കെ, അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ഈ പോയിന്റ്സിനെ റിമൂവ് ചെയ്ത് റിമൈനിങ് ആയിട്ടുള്ള ആളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എന്താ പറയുക, ഓപ്പൺ ആയിട്ടുള്ളൊരു സെറ്റിലേക്ക് നിങ്ങളുടെ യുവിൽ നിന്നും ഉള്ള ഒരു ബൈജക്റ്റീവ് ഫങ്ഷനായിട്ട് നിങ്ങൾക്ക് സിഗ്മയെ പറയാനായിട്ട് സാധിക്കും. അതായത് ഇത് ഓപ്പൺ ആണെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടില്ല. കാരണം നിങ്ങളുടെ ആ W ആയിട്ട് ചൂസ് ചെയ്യുന്ന ആളില്ലേ, നിങ്ങളുടെ R3യിൽ നിന്നും ഈ സെമി സർക്കിളിൻ്റെ പോയിന്റ്സ് റിമൂവ് ചെയ്യാം. അപ്പോൾ ഈ സെമി സർക്കിളിലെ ഈ പോയിന്റ്സ് ആ ഇതിലത്തെ നിങ്ങൾ റിമൂവ് ചെയ്ത് നിങ്ങൾ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് W ഒരു ഓപ്പൺ സെറ്റായിട്ടാണ് കിട്ടുക. കാരണം R3യിൽ നിന്ന് നിങ്ങൾ റിമൂവ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് സെറ്റാണ്. അപ്പോൾ R3 ഇൻ്റർസെക്ഷൻ ആ ക്ലോസ്ഡ് സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് വിച്ച് ഈസ് ഓപ്പൺ. പിന്നെ അതേ ഇൻ്റർസെക്ഷൻ S എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എസ്സിലെ ഒരു ഓപ്പൺ സെറ്റായിട്ട് മാറുകയും കൂടി ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ സിഗ്മ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബൈജക്റ്റീവ് മാപ്പായി യുവിൽ നിന്നും ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ആളെ നിങ്ങൾ ഓപ്പൺ എസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യുവിനെ ലേക്ക് നിങ്ങൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനായിട്ട് മാറും. ഇനി നിങ്ങൾക്ക് എന്താ വേണ്ടത്? സിഗ്മ ഇൻവേഴ്സ് വേണം അല്ലേ? അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് എന്തെഴുതും? സിഗ്മ ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ സെഡ് തീറ്റ ഫൈ കിട്ടണം. അതായത് എക്സ് വൈ സെഡ് പറഞ്ഞാൽ സിഗ്മ ഓഫ് തീറ്റ കിട്ടണം. അപ്പോൾ ഈ സിഗ്മ ഓഫ് തീറ്റ ഫൈ എന്നുള്ളതിൻ്റെ വാല്യൂസ് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു ഓരോ കോർഡിനേറ്റ്സും ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെഡ് സൈൻ തീറ്റ സൈൻ ഇൻവേഴ്സ് സെഡ് ആണെന്നും ഇവിടെ വൈ കോർഡിനേറ്റ് ഈ പറയുന്ന ഡൊമൈനിൽ നമുക്ക് എന്താ പറയുക ഒരിക്കലും 0 ആവാത്തത് കൊണ്ട് തന്നെ x/y എന്ന് പറയുന്നത് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് കോട്ട് ഫൈ ആണെന്ന് കിട്ടും. അപ്പോൾ ഫൈ കോട്ട് ഇൻവേഴ്സ് x/y ആണെന്ന് കിട്ടും. അപ്പോൾ സിഗ്മ ഇൻവേഴ്സ് എന്ന് പറയുന്നതിന് സൈൻ ഇൻവേഴ്സ് സെറ്റ് കോട്ട് ഇൻവേഴ്സ് x/y എടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഈ രണ്ട് പേരും തന്നെ ഈ പറയുന്ന ഡൊമൈനിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് വരിക. ദെൻ നിങ്ങൾക്ക് സിഗ്മയുടെ ഇൻവേഴ്സ് ആണെന്ന് കാണിക്കാൻ അതും എളുപ്പമാണ്. നിങ്ങൾക്കിവിടെ കുറച്ച് ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടീസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ.
ഓക്കെ, സിഗ്മ കോമ്പോസിഷൻ സിഗ്മ ഇൻവേഴ്സ് XYZ എന്ന് പറയുന്നത് XYZ ആണെന്നും തിരിച്ചുള്ളത് സിഗ്മ ഇൻവേഴ്സ് കോമ്പോസിഷൻ സിഗ്മ ഓഫ് θ φ എന്നുള്ളത് θ φ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നമ്മുടെ ഒന്ന് ട്രിഗണോമെട്രിയുടെ പ്രോപ്പർട്ടീസ് ഒന്ന് അപ്ലൈ ചെയ്തു എന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് സിഗ്മ കണ്ടിന്യൂസ് ബൈജക്റ്റീവ് മാപ്പാണ്, സിഗ്മ ഇൻവേഴ്സും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. സോ നിങ്ങളുടെ സിഗ്മ എന്ന് പറയുന്നത് ഹോമിയോമോർഫിസം ആണ്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സർഫസ് പാച്ച് ആണ് എന്നുള്ളത് കിട്ടി. പക്ഷേ ഈ സിഗ്മ നിങ്ങളുടെ ഫുൾ സ്ഫിയറിനെ കവർ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ അറ്റ്ലസ് ആയി മാറില്ല. സോ നിങ്ങൾക്ക് ഒരു എന്താ പറയുക അനദർ സർഫസ് പാച്ച് കൂടി ഈ വിട്ടുപോയ പോയിന്റ്സിനെ ഉൾക്കൊള്ളുന്ന രീതിയിലുള്ള ഒരു സർഫസ് പാച്ച് കൂടി നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അപ്പം അതിനു വേണ്ടി നമ്മുടെ ഒരു R3-ലെ റൊട്ടേഷൻ മെട്രിക്സ് എന്ന് ഒന്ന് നമുക്ക് റീകോൾ ചെയ്യാം. ഇതാണ് R3-ലെ റൊട്ടേഷൻ മെട്രിക്സ് വരിക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസിൽ നിങ്ങൾ തീറ്റ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നിങ്ങളുടെ റൊട്ടേഷൻ മെട്രിക്സ്. വൈ ആക്സിസിലാവുമ്പോൾ ഇതും സെഡ് ആക്സിസിലാവുമ്പോൾ ഇതും. അപ്പോൾ അവർ നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സിഗ്മയെ നിങ്ങൾ എബൌട്ട് സെഡ് ആക്സിസ് പൈ റൊട്ടേറ്റ് ചെയ്യിക്കൂ. അപ്പോൾ അതിൻ്റെ ഇമേജ് എന്താ വരിക എന്ന് നോക്കാൻ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ ഈ സിഗ്മയിൽ സെഡ് ആക്സിസ് എബൌട്ട് സെഡ് ആക്സിസ് പൈ റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ R-Z-ൽ തീറ്റയുടെ വാല്യൂ പൈ കൊടുത്തിട്ട് നിങ്ങൾക്കൊരു മെട്രിക്സ് കിട്ടും. ആ മെട്രിക്സും ഈ സിഗ്മയുടെ ഇമേജും തമ്മിൽ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ റിസൾട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരിക. അപ്പം ഞാൻ അതുപോലെ അതിനെ റൊട്ടേറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ എന്നിട്ട് എക്സ് ആക്സിസിൽ എബൌട്ട് π/2 റൊട്ടേറ്റ് ചെയ്യൂ. അപ്പോൾ എക്സ് ആക്സിസിൽ ഞാൻ നമ്മുടെ തീറ്റയ്ക്ക് π/2 കൊടുത്ത് ഇത്തരത്തിൽ റൊട്ടേഷൻ മെട്രിക്സ് എഴുതി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിൽ എനിക്ക് കിട്ടി. അപ്പോൾ എന്താണ് എനിക്കൊരു അനദർ ഈ സിഗ്മയിൽ നിന്ന് തന്നെ ഞാൻ രണ്ട് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് ഐ ആം ഒബ്റ്റെയിനിങ് അനദർ സിഗ്മ ടിൽഡ another function sigma tilde theta phi of the form minus cos theta cos phi minus sin theta sin phi minus cos theta sin phi. ഇത് കിട്ടിയത് ഇതിൽ നിന്നാണ്. ഇതാണ് നിങ്ങളുടെ റൊട്ടേഷൻ മെട്രിക്സ്. ഇവർ പറഞ്ഞ റൊട്ടേഷൻ ഞാൻ അപ്ലൈ ചെയ്ത് എൻ്റെ റിസൾട്ടൻ്റ് എന്താണ് എന്നുള്ളത് നോക്കി. അപ്പം ഇതേ ആൾക്ക് ഈ പറഞ്ഞ യു തന്നെ നിങ്ങൾ ഡൊമെയിനായിട്ടും മറ്റും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഉള്ളതുപോലെ തന്നെ ഈ സിഗ്മ ടിൽഡ ഇനി ഒരു സർഫസ് പാച്ച് ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഈച്ച് കമ്പോണൻസ് കണ്ടിന്യൂസ് ആണ്. യുവിലായതുകൊണ്ട് സിഗ്മ ടിൽഡ ഇൻജക്റ്റീവ് ആണ്. പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്, പിന്നെ നിങ്ങൾക്ക് ബൈജക്റ്റീവ് ആണ് എന്ന് ബൈജക്റ്റീവ് ഫുൾ സ്ഫിയർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ സ്ഫിയർ നമുക്ക് വരില്ല. കാരണം ഈ കോർഡിനേറ്റ് 0 ആവണമെങ്കിൽ ഒന്നില്ലെങ്കിൽ കോസ് തീറ്റ 0 ആവണം, അല്ലെങ്കിൽ സൈൻ ഫൈ 0 ആവണം. ഇപ്പം നമ്മൾ സപ്പോസ് ചെയ്യാണ് 0 1 0 അല്ലെങ്കിൽ 1 1 0 1 0 അല്ലെങ്കിൽ 1 0 0 എന്നുള്ള ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ കോർഡിനേറ്റ് 0 ആകുന്ന ഒരു പോയിന്റ് നമുക്കൊരിക്കലും തന്നെ ഈ ആളെ വെച്ച് കവർ ചെയ്ത് കിട്ടുന്നില്ല. കാരണം ഈ ടേം 0 ആവണമെങ്കിൽ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും 0 ആവണം. ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും 0 ആവണമെങ്കിൽ തീറ്റ ഒന്നില്ലെങ്കിൽ π/2 അല്ലെങ്കിൽ -π/2 ആവണം. നമ്മുടെ യുവിലായ ആളില്ല. അതുപോലെ തന്നെ ഫൈയുടെ കേസ് നോക്കുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ സൈൻ ഫൈ 0 ആകുമ്പോൾ ഫൈ 0 അല്ലെങ്കിൽ 2π ആവണം. അതും ഇവിടെ ഇല്ല. അപ്പോൾ ക്ലിയർലി തേർഡ് ടേം 0 ആകുന്ന രീതിയിലുള്ള പോയിന്റ്സ് ഒന്നും തന്നെ നമ്മുടെ സിഗ്മ ടിൽഡയിൽ കവർ ചെയ്യില്ല. പക്ഷെ തേർഡ് ടേം 0 ആകുന്ന രീതിയിലുള്ള പോയിന്റ്സ് നമ്മുടെ സ്ഫിയറിൽ ഉണ്ട് താനും. അപ്പോൾ ഒരു കാര്യം ക്ലിയറായി, ഈ സിഗ്മ ടിൽഡയുടെയും മുഴുവൻ ഇമേജ് നിങ്ങളുടെ എന്തല്ല, സ്ഫിയർ അല്ല എന്നുള്ളത്. ഇനി നേരത്തെ ഉള്ളതും അപ്പം ആരൊക്കെ റിമൂവ് ചെയ്യും എന്നുള്ളത് നിങ്ങൾക്ക് നേരത്തെ നോക്കിയതുപോലെ നോക്കാം. അപ്പം നേരത്തെ നോക്കിയതുപോലെ നോക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ആ ഇമേജ് ഒന്ന് എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ, ഏത് പോയിന്റ്സിനെയാണ് നമ്മൾ റിമൂവ് ചെയ്തത്. ഇതിൽ നിന്നുള്ള ഈ സെമി സർക്കിളിനെയാണ് നമ്മളിവിടെ റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഇമേജിൽ നിങ്ങൾ എന്ത് മാറ്റമാണ് വരുത്തിയത്?
നിങ്ങൾ ആദ്യം ചെയ്തത് നിങ്ങളുടെ സെഡ് ആക്സിസിനെ പൈ റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. ശരിക്കും സെഡ് ആക്സിസിനെ പൈ റൊട്ടേറ്റ് ചെയ്താൽ നിങ്ങളുടെ പോസിറ്റീവ് സെഡ് വാല്യൂസ് എല്ലാം നെഗറ്റീവ് സെഡ് വാല്യൂസ് ആവും, അതുപോലെ നെഗറ്റീവ് സെഡ് വാല്യൂസ് എല്ലാം പോസിറ്റീവ് ആവും. അത്തരത്തിലൊരു മാറ്റമല്ലേ വരുള്ളൂ. ഇവിടെയുള്ള പോയിന്റ്സ് ഒക്കെ താഴേക്ക് പോവും. നിങ്ങളുടെ റൊട്ടേഷനിൽ നിങ്ങൾ പൈ റൊട്ടേറ്റ് ചെയ്താൽ സംഭവിക്കുന്നത് ഇത് നേരെ ഇങ്ങനെ തിരിച്ചു വെച്ചതുപോലെയാവും. അതായത് ഈ രീതിയിൽ ഉണ്ടായിരുന്നതിൽ നിങ്ങളുടെ സ്പിയറിലത്തെ ഈ മുകളിലുള്ള പോയിന്റ്സ് ഒക്കെ താഴെ വരും, താഴെ വന്ന പോയിന്റ്സ് എല്ലാവരും തന്നെ മുകളിൽ വരും. ഈ രീതിയിലാവും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഒരു π/2 റൊട്ടേഷനാണ്. നിങ്ങളുടെ ആ π/2 റൊട്ടേഷനിൽ ഇപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്തത് പ്രകാരം ഇവിടെ നെഗറ്റീവ് സെഡ് ആക്സിസും താഴേക്ക് പോസിറ്റീവ് സെഡ് ആക്സിസും ആയിട്ടുണ്ട്. ഇനി ഇതിനെ π/2 ആക്കുക പറഞ്ഞാൽ ഈ സെഡ് പോയിട്ട് നിങ്ങളുടെ വൈയുടെ സ്ഥാനത്ത് വരും. അപ്പം നിങ്ങളുടെ ഈ രീതിയിൽ ഉണ്ടായിരുന്നത് പോയിട്ട് നിങ്ങൾക്ക് ഇത്തരത്തിലായി വരും. അതായത് ഇവിടെ ആയിരുന്നു നിങ്ങളുടെ നേരത്തെ നമ്മൾ വെച്ചിരുന്ന ഇനീഷ്യൽ ഇത് ഈ രീതിക്കായിരുന്നു. ഇതായിരുന്നു നമ്മുടെ നിങ്ങൾ റിമൂവ് ചെയ്ത പോയിൻറ്റ്സ്. അത് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റായി വന്നു എന്ന് മാത്രം. അപ്പോൾ അത് ഷിഫ്റ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുക. മുകളിലുള്ളത് താഴെ വന്നു, താഴെയുള്ളത് മുകളിൽ വന്നു. ഇനി നിങ്ങളിതിനെ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒരു π/2 റൊട്ടേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ പോയിന്റ്സിനെ നിങ്ങൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾക്കത് അതേപോലെ ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിനെ നിങ്ങൾ ജസ്റ്റ് ഈ ഫിഗറിനെ നിങ്ങൾ ഒരു 90 ഡിഗ്രി നിങ്ങൾ തിരിക്കണമെന്ന് മാത്രം. അപ്പം നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് ആ പാച്ച് വരും. നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കയ്യിലൊരു ബോൾ വെച്ചിട്ട് നിങ്ങളിപ്പോൾ ഞാൻ പറഞ്ഞ ഐഡിയ ഒന്ന് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ട ഈ ഒരു സെക്ഷൻ കിട്ടും. അപ്പോൾ ഇവിടെ നിങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്ന ഈ പോയിൻറ്റ്സിൽ നിങ്ങൾ ചെയ്തത് ഒരു സെറ്റ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ പൈ റൊട്ടേറ്റ് ചെയ്ത ഒരു കാര്യവും പിന്നെ നിങ്ങളുടെ സെഡ് പോയി വൈ ആകുകയും ചെയ്തത്. അപ്പോൾ അതാ ഇവിടെ സെഡ് പോയി വൈ ആയി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പോസിറ്റീവ് പോയിൻറ്റ്സ് എല്ലാം തന്നെ നിങ്ങൾക്ക് പോയത് നെഗറ്റീവ് പോയിൻറ്റ്സിലേക്കാണെന്ന്. അപ്പോൾ ഈ എക്സ് നിങ്ങൾക്ക് എന്തായി എന്ന് പറയാം, <0 ആയി എന്ന് പറയാം. ഇല്ലെങ്കിൽ നേരത്തെ ഉള്ളതിൻ്റെ അതേ ഐഡിയ ഈ ഫസ്റ്റ് കോർഡിനേറ്റിൽ അപ്ലൈ ചെയ്താലും ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഐഡിയ ഈ ടൈപ്പ് ഓഫ് കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഐ മീൻ ട്രിപ്ലെറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ സിഗ്മ ടിൽഡയിൽ നിങ്ങൾ റിമൂവ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സെമി സർക്കിൾ സി ടിൽഡ എന്ന് പറഞ്ഞ സെമി സർക്കിൾ സ്പിയറിൽ നിന്നും ഈ സെമി സർക്കിളാണ് റിമൂവ് ചെയ്യുന്നത്. ആ സെമി സർക്കിൾസിൻ്റെ ഫോം എല്ലാം ഇത്തരത്തിലുമായിരിക്കും. ഓക്കെ, ഇനി വേറെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റിമൂവ് ചെയ്ത രണ്ട് സെമി സർക്കിളും സിയും സി ടിൽഡയും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഒന്നും തന്നെ ഇല്ല. അത് നിങ്ങൾക്കിത് അവിടെ നിന്ന് തന്നെ പറയാം. കാരണം ഒന്നിലെ പോയിന്റ്സ് ഇതാണ്, വേറെ ഒന്നിലെ പോയിന്റ്സ് ഇത്തരത്തിലാണ്. ഇവർ രണ്ടുപേരും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി അറ്റ് ദ പോയിന്റ്. ഇത് രണ്ടും നിങ്ങൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക എക്സിൻ്റെ വാല്യൂ 0, വൈയുടെ വാല്യൂ 0, സെഡിൻ്റെ വാല്യൂ 0. പക്ഷെ അത്തരത്തിലൊരു പോയിന്റ് നിങ്ങളുടെ സ്പിയറിൽ ഇല്ല. എന്ന് വെച്ചാൽ ഇവർ തമ്മിൽ ഒരു പോയിന്റ്സിലും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെ ഇൻ്റർസെക്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ബാക്കി കാരണം ഈ സിഗ്മയിലാണെങ്കിലും സിഗ്മ ടിൽഡയിലാണെങ്കിലും ഈ പറഞ്ഞ സിയും സി ടിൽഡയുടെ പോയിന്റ്സ് മാത്രമല്ലേ എടുക്കാത്തുള്ളൂ. ബാക്കി എല്ലാ പോയിന്റ്സും എടുക്കും. വാല്യൂ സ്പിയറിലെ ബാക്കി എല്ലാ പോയിന്റ്സിനെയും കവർ ചെയ്യുന്ന രീതിയിലാണ് സിഗ്മയും സിഗ്മ ടിൽഡയും ഉള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാം ഇവരുടെ ഇമേജസിൻ്റെ യൂണിയൻ നിങ്ങൾക്ക് ഹോൾ സ്പിയർ ആണ് കിട്ടുക. അഥവാ നിങ്ങളുടെ എന്താ പറയുക സർഫസ് പാച്ച്, ഈ രണ്ട് സർഫസ് പാച്ചും കൂടി കമ്പൈൻ ചെയ്ത്, അതായത് സിഗ്മയും സിഗ്മ ടിൽഡയും കൂടി ചേർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ആക്ച്വലി അറ്റ്ലസ് ഓഫ് ദ സ്പിയർ കിട്ടുമെന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തത് സ്പിയർ ഒരു സർഫസ് ആണ് എന്നുള്ളതാണ്. താങ്ക് യു.